വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് അനലിറ്റിക്സ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്, ദെൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് അനലിറ്റിക്സ്, അതിൻ്റെ കണ്ടൻസ് ഡീറ്റെയിൽസ് ഇതാണ് വരുന്നത്. 4 ബ്ലോക്കുകളും കൂടിയിട്ട് നമുക്ക് ടോട്ടൽ 9 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ 4 essay നമുക്ക് അല്ലേ, 4 ബ്ലോക്കിൽ നിന്നും ഓരോ essays എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ 2 essay നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യത്തെ 2 ബ്ലോക്കുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 essay കിട്ടും. മനസ്സിലാവുണ്ടോ? ദെൻ നമ്മുടെ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. എന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോക്കുകൾ, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം ബ്ലോക്ക് നമ്പർ 1 and 2, പിന്നെ എളുപ്പമുള്ളത് ബ്ലോക്ക് നമ്പർ 4 ആണ് കുറച്ചും കൂടി. അപ്പം മിനിമം 1 and 2 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സായി. ആദ്യത്തെ 2 ബ്ലോക്കുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ 2 essayയും കിട്ടി, അതുപോലെ തന്നെ 2 and 5 വേണ്ട കാര്യങ്ങളും കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്കിൽ ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, ബിസിനസ് എൻ്റർപ്രൈസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ, ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ. അപ്പോൾ ഇതിൽ എന്താണ് ബിസിനസ് എൻ്റർപ്രൈസ് എന്നൊക്കെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഫങ്ഷൻസ് ആണ് ആദ്യം. അതിനുശേഷം കോർ ബിസിനസ് പ്രോസസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. കോർ ബിസിനസ് പ്രോസസ്സസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. കോർ ബിസിനസ് പ്രോസസ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. കോർ ബിസിനസ് പ്രോസസ്സസ് എന്താണെന്നുള്ളത് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. ദെൻ അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് ഇതിൽ കോർ ബിസിനസ് പ്രോസസ്സിന് ശേഷം ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഇൻ ബിസിനസ് നിർബന്ധമായും പഠിക്കണം. ഞാൻ കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് SCക്കും സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നോവേറ്റീവ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഇൻ ബിസിനസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇന്നോവേറ്റീവ് കോർ ബിസിനസ്സും നോക്കണം, ഇന്നോവേറ്റീവ് ടെക്നോളജീസും നോക്കിയിരിക്കണം കേട്ടോ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ERP ആണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് SAക്കും സ്കോപ്പ് ഉള്ളതാണ്. SAക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. SAക്കോ അതല്ലെങ്കിൽ 5 മാർക്കിനോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ERP എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക്. ദെൻ അതിൻ്റെ ബെനഫിറ്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ERPയുടെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്. ERPനെ പറ്റിയുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് SAക്കോ അതല്ലെങ്കിൽ 5 മാർക്കിനോ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സിസ്റ്റമുണ്ട്. ഓക്കെ, അപ്പോൾ ERP ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ERPയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ്, പിന്നെ ലാസ്റ്റ് CRM ഉണ്ട്. CRMഉം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്? ഈ ഒരു ചോദ്യം ഞാൻ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൗ ഡസ് CRM ഹെൽപ്പ് ബിസിനസ്സസ്? നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം പറഞ്ഞ കാര്യം? കോർ ബിസിനസ്സസിനെ പറ്റിയിട്ടുള്ളത്, പിന്നെ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് പറഞ്ഞു, പിന്നെ ERPയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പ്രോസസ്സ്, CRMനെ പറ്റിയുള്ള കാര്യം.
അപ്പോൾ ഇത്ര കാര്യങ്ങളിലോട്ട് നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യുക. 5 and 15 മാർക്സിൽ കൂടുതൽ 5 മാർക്ക് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് ഒരു എസ്സേയും ഇടാം എന്നുള്ളത് നമുക്ക് 100% അറിയില്ല. എന്തായാലും 5 മാർക്സിൻ്റെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് 2 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. 2 ടോപ്പിക്ക് നിർബന്ധമായി ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ 5 മാർക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു എസ്സേയും ഇടാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് യൂണിറ്റ്. മൂവിങ് ടു സെക്കൻഡ് യൂണിറ്റ്. ഞാൻ ഇതിൽ നിന്നൊരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. അനലറ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നിർബന്ധമായും പഠിക്കുക. ഇനി അത് 5 മാർക്കിൻ്റെ എടുത്തിടുമെന്ന് അറിയില്ല. ചില ചോദ്യങ്ങൾ നമ്മൾ 5 മാർക്കിന് പറഞ്ഞ എസ്സേക്കും നേരെ തിരിച്ചും വരാറുണ്ട്. എന്തെങ്കിലും പഠിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഡാറ്റ എന്താണ് 2 മാർക്കിൻ്റെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ 2 മാർക്സ് ആണ്. ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഡാറ്റ ക്ലാസിഫിക്കേഷൻ 2 മാർക്സിലോ 5 മാർക്സിലോ പ്രതീക്ഷിക്കാം. സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷനും ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. 5 മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇതിൽ ഈ പറയുന്ന ഡാറ്റ അനലറ്റിക്സിൻ്റെ ടൈപ്സ് കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ചോദ്യമാണ് കേട്ടോ. പ്രതീക്ഷിക്കുന്നുണ്ട് എസ്സേക്ക്. എന്താണ് ഡാറ്റ അനലിറ്റിക്സ്? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ്. ശരിക്കും ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സെക്കൻഡ് യൂണിറ്റ് കേട്ടോ. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2. ബ്ലോക്ക് നമ്പർ 2 ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ് ആണ്. സോ അതിൽ ആദ്യത്തെ യൂണിറ്റ് ഡിജിറ്റൽ ഡാറ്റയാണ്. സോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലോട്ട് കടക്കാം. ഇതിൽ ആദ്യം ഡിജിറ്റൽ ഡാറ്റ എന്താണെന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ഡിജിറ്റൽ ഡാറ്റ എന്താണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് അതിനുശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത് OLTP എന്താണെന്ന് നോക്കുക. 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട് OLTP. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും MOLAP, മൾട്ടി ഡയമെൻഷണൽ ഓൺലൈൻ അനലറ്റിക്കൽ പ്രോസസ്സിംഗ് ആണ് MOLAP. അത് നോക്കണം. അതിൻ്റെ കീ പോയിൻറ്റ്സ് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. MOLAP ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അതിൻ്റെ 5 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ MOLAP. അത് ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ 3 കാര്യങ്ങളുണ്ട് ഡിഫറൻസ് ആയിട്ട്. MOLAP അതുപോലെ തന്നെ MOLAPയുടെ കാര്യങ്ങൾക്ക് ശേഷം റിലേഷണൽ OLAP ഉണ്ട്. ദെൻ അതിന് ശേഷം ഹൈബ്രിഡ് OLAP. അപ്പോൾ എന്തായാലും 3ഉം പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് 3 കൂടിയുള്ള ഡിഫറൻസ് ആയിരിക്കും. 3ൻ്റെയും അഡ്വാൻറ്റേജസ് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡിഫറൻസ് പോലെ, അല്ലെങ്കിൽ കൺസെപ്റ്റുവൽ ഡിഫറൻസ് അല്ല, ഇതെന്താണ് സംഭവം എന്നുള്ളത് 3ഉം കൂടിയിട്ടുള്ള. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടായിരിക്കാം ചോദിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 3 കാര്യങ്ങളാണ് DSS, ES, EIS. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ദെൻ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിൽ DSSൻ്റെയോ EISൻ്റെയോ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഷോർട്ട് നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. DSSO ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പേർപ്പസ്, കോമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, മെയിനായിട്ട് അത് പഠിച്ചതിൻ്റെ കാര്യങ്ങളായി. DSSൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം 5 മാർക്കിൻ്റെ. സംഭവം എസ്സേക്കും സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. ചിലപ്പോൾ എസ്സേക്ക് ആവാം ഇടാം. ഓക്കെ, എന്താണ് DSSO, EISO ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്സിനോ എസ്സേക്കോ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മാർക്സിനോ എസ്സേക്കോ. അതിന് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റവും. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഈ. പിന്നെ നെക്സ്റ്റ് ഡിജിറ്റൽ ഡാഷ്ബോർഡ് എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജസ് അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിജിറ്റൽ ഡാഷ്ബോർഡിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്നൊരു എസ്സേ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ DSSO,
EAS അല്ലെങ്കിൽ അതാണ് വരുന്നുണ്ടെങ്കിൽ വരാം, അതല്ലെങ്കിൽ അത് 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കും വരാം. പിന്നെ ഡിജിറ്റൽ ഡാഷ്ബോർഡ് ലാസ്റ്റ് പറഞ്ഞത് 5 മാർക്സിനേലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബിസിനസ് ഇൻ്റലിജൻസ് ആണ്. SA നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, ബിസിനസ് ഇൻ്റലിജൻസ്. എന്താണ് ബിസിനസ് ഇൻ്റലിജൻസ് പഠിക്കുക. ദെൻ അതിൻ്റെ എന്താണ് ബിസിനസ്സിൻ്റെ ഈ ഡിഫറൻസ് ഉണ്ട്. ബിസിനസ് ഇൻ്റലിജൻസും അനലറ്റിക്സും 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കി വയ്ക്കുക. ഓക്കെ. ദെൻ SAക്ക് ഇതാണ് മേജർ കോമ്പോണൻസ് നോക്കാം SAക്ക്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ബെനഫിറ്റ്സും ഉണ്ട്. മേജർ കോമ്പോണൻസ് അതുപോലെ തന്നെ ബെനഫിറ്റ്സ് കേട്ടോ. മേജർ കോമ്പോണൻസ്, ബെനഫിറ്റ്സ്, യൂസസ്, അത് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ കോമ്പോണൻസ്, അഡ്വാൻറ്റേജസ്, ബെനഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. SAക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് 3 ലെയേഴ്സ് ഉണ്ട്. ബിസിനസ് ലെയർ, അഡ്മിനിസ്ട്രേഷൻ ലെയർ, ഓപ്പറേഷൻ ലെയർ, ഇംപ്ലിമെൻറ്റേഷൻ ലെയർ. ഇതിൽ നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ലെയർ എന്താണ് നോക്കി വയ്ക്കുക. ഓപ്പറേഷൻ ലെയർ ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ലെയർ. 3 ലെയറിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്താണ് ബിസിനസ് ഇൻ്റലിജൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ SAക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഏരിയാസൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സോ മൂവിങ് ടു നെക്സ്റ്റ് യൂണിറ്റ്. അടുത്ത ബ്ലോക്ക് ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ് ആണ്. സോ ഇതിൽ ആദ്യം ഡാറ്റ വെയർഹൗസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് കിടക്കാം. ഡാറ്റ സോഴ്സസ് 2 മാർക്സിന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡാറ്റ സോഴ്സസ് 2 മാർക്സിന് നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ഡാറ്റ മാപ്പിംഗ് ഉണ്ട്, നോക്കണം. ഡാറ്റ മാപ്പിംഗ് എന്താണ്, ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. ഡാറ്റ സ്റ്റാഗിങ്ങും 2 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റേജിങ്. പിന്നെ നെക്സ്റ്റ് ഡാറ്റ ഇൻ്റഗ്രേഷൻ നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഡാറ്റ ഇൻ്റഗ്രേഷനെ പറ്റിയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാറ്റ ഇൻ്റഗ്രേഷൻ്റെ അഡ്വാൻറ്റേജസ്, അപ്രോച്ചസും ഉണ്ട് കേട്ടോ. 5 മാർക്സിൻ്റെയിലേക്ക് ആവാം ഡാറ്റ ഇൻ്റഗ്രേഷൻ്റെ അപ്രോച്ചസും അഡ്വാൻറ്റേജസും. നിർബന്ധമായും പഠിക്കുക ഡാറ്റ ഇൻ്റഗ്രേഷൻ. SAക്ക് അടക്കം പറഞ്ഞ പോലെ ഒരു ഇതുള്ളതാണ്, ബട്ട് കൂടുതൽ ചിലപ്പോൾ 5 മാർക്സിനായിരിക്കാം വരാം. ഡാറ്റ ഇൻ്റഗ്രേഷൻ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്ക് ഡാറ്റ ക്വാളിറ്റി ആണ്. 2 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 5 മാർക്കോ അതിൻ്റെ 6 ഡയമെൻഷൻസ് 5 മാർക്സിന് പ്രതീക്ഷിക്കാം. ഡാറ്റ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ഡയമെൻഷൻസ് 5 മാർക്സിന് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഡാറ്റ ക്വാളിറ്റിയുടെ ഡയമെൻഷൻസ്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന SAക്ക് ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കുള്ള ഒരു യൂണിറ്റ് ആണത്. സോ ഇതിൽ ഡാറ്റ എൻറ്റിറ്റി എന്താണ് 2 മാർക്സിൻ്റെയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാറ്റ എൻറ്റിറ്റി 2 മാർക്കിൻ്റെയിലേക്ക്. പിന്നെ കാർഡിനാലിറ്റി ഓഫ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ 2 മാർക്കാണ്. മാപ്പിംഗ്, കാർഡിനാലിറ്റി ഒക്കെ 2 മാർക്സിൻ്റെയിലേക്കാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നോർമലൈസേഷൻ്റെ പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോർമൽ ഫോംസ്. അതൊന്ന് നോക്കി വയ്ക്കുക കേട്ടോ. SAക്കോ 5 മാർക്കിൻ്റെയിലേക്കോ ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കുന്നതാണ് സ്റ്റാർ സ്കീമ എന്താണ്, നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ ബെനഫിറ്റ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, സ്റ്റാർ സ്കീമയുടെ ബെനഫിറ്റ്സ്. അതുപോലെ തന്നെ സ്നോഫ്ലേക്ക് സ്കീമ എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. ഓക്കെ, 2 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിക്കാം. ഫാക്ട് കൺസ്റ്റലേഷൻ സ്കീമ 2 മാർക്കിൻ്റെയിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. 5 മാർക്സോ SAയോ ഏതെങ്കിലും ഒന്നിലായിരിക്കാം മാറി മാറിയിടാം. പല 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ SAക്കും നേരെ തിരിച്ചും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം.
ഓക്കെ, മൂവിങ് ടു ലാസ്റ്റ് ബ്ലോക്ക്, എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. സോ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലോട്ട് കിടക്കാം. എൻ്റർപ്രൈസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ബെനഫിറ്റ്സ് നോക്കാം. ബെനഫിറ്റ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിങ് നോക്കി വെച്ചോളൂ. 5 മാർക്സിൻ്റെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബെനഫിറ്റ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനേക്കാൾ ഉപരി 5 മാർക്കിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ പ്രാക്ടീസസ്, ഫാക്ടേഴ്സ് ഫോർ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആ ഒരു ടോപ്പിക്ക്. ദെൻ നെക്സ്റ്റ് ഡാറ്റ മൈനിങ് എന്താണ്, 2 മാർക്കിൻ്റെ നോക്കാം കേട്ടോ. ഡാറ്റ മൈനിങ് 2 മാർക്സിൻ്റെ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് ബാലൻസ് കോഡ്. ഷോർട്ട് നോട്ട് എഴുതാൻ പറയും. എക്സ്പ്ലെയിൻ അബൌട്ട് ബാലൻസ് സ്കോർ കാർഡ്. ബാലൻസ് സ്കോർ കാർഡിനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് ചോദിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലൻസ് സ്കോർ കാർഡാണ് മെയിനായിട്ട് കേട്ടോ, KPA അല്ല. ബാലൻസ് സ്കോർ കാർഡ് ഇതാണ്. എന്താണ് ബാലൻസ് സ്കോർ കാർഡ്? റൈറ്റ് ഷോർട്ട് നോട്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കേട്ടോ, ബാലൻസ് സ്കോർ കാർഡിനെ പറ്റിയിട്ടുള്ള ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ആണ് നോക്കണ്ട. അപ്പം മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് സ്കോർ കാർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാഷ്ബോർഡ്സ് എന്താണ്, നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ്. ഡാഷ്ബോർഡ്സ് എന്താണ്, കോമ്പോണൻസ് ഓഫ് ഡാഷ്ബോർഡ്സ് പഠിച്ചോളൂ. അതിൻ്റെ ബെനഫിറ്റ്സ് ഉണ്ട്. 5 മാർക്കിൻ്റെ SAQ മാറി മാറി നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നിലെ പ്രതീക്ഷിക്കുന്നുണ്ട് ഡാഷ്ബോർഡ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യം. ഓക്കെ, ബെഞ്ച് മാർക്കിംഗ് 2 മാർക്സിൻ്റെ ചോദ്യം. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മൂവിങ് ടു ലാസ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് യൂണിറ്റ്, പെർഫോമൻസ് അനാലിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. essay ഒരെണ്ണം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് പെർഫോമൻസ് അനാലിസിസ്? സ്റ്റെപ്സ് ടു കണ്ടക്ട് എ പെർഫോമൻസ് അനാലിസിസ്. ഒരു essay ടോപ്പിക്കിനുള്ള സംഭവം ഉള്ളതാണ്. പെർഫോമൻസ് അനാലിസിസിനെ പറ്റിയിട്ടുള്ളത് നിർബന്ധമായും പഠിക്കുക കേട്ടോ. സ്റ്റെപ്സ് ടു കണ്ടക്ട് പെർഫോമൻസ് അനാലിസിസ്. അതുപോലെ തന്നെ ഫണൽ റിപ്പോർട്ടിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. എന്താണ് ഫണൽ റിപ്പോർട്ടിംഗ്, അതിൻ്റെ സ്റ്റേജസ് ഓഫ് എ ഫണൽ. 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം അതിൻ്റെ സ്റ്റേജസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ടെക്നിക്കൽ ആർക്കിടെക്ചർ ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ഉണ്ട്. 5 മാർക്കിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് SAക്ക് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന മറ്റൊരു ടോപ്പിക്, അതല്ല 5 മാർക്കിലേക്കാണോ എന്ന് അറിയില്ല, ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ്. ഇത് നോക്കി വയ്ക്കുക, ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ്. ഓക്കെ, 5 മാർക്കോ essay. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെങ്കിൽ പെർഫോമൻസ് അനാലിസിസിൻ്റെ സ്റ്റെപ്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് അനലറ്റിക്സിൽ നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യത്തെ 2 ബ്ലോക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ പാസ്സാക്കാൻ പറ്റും. ലാസ്റ്റ് ബ്ലോക്കും കൂടിയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർ ദാൻ 75% കിട്ടും. എല്ലാ ബ്ലോക്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 90% അബോവ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വലിയൊരു സബ്ജക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വായിക്കാനുണ്ട്. സ്മാർട്ടായിട്ടുള്ളൊരു അപ്രോച്ച് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് മിനിമം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ളതും പാർട്ട് ബിയിലുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ എക്സാം ലൈവ് റിലേറ്റഡ് ലൈവ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.